അമേരിക്കൻ പടക്കപ്പലായ എബ്രഹാം ലിങ്കണ് നേരെ ഇറാന്റെ ഡ്രോൺ എത്തിയിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ അമേരിക്ക അതിന് വെടിവെച്ചിട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ഇറാന്റെ ഈ ഒരു നീക്കം, അതായത് ഒരു തരത്തിലും തങ്ങൾ അമേരിക്കയെ ഭയപ്പെടില്ല, അമേരിക്കയുടെ നീക്കങ്ങളെ ഭയപ്പെടില്ല എന്നതാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്ന നിലപാടെന്ന് പറയും. ഇറാനൊപ്പം റഷ്യയുമുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇറാന്റെ ഈ നീക്കങ്ങൾ ഇപ്പോ പടക്കപ്പലിനെ വരെ ഇപ്പോ ഇറാൻ എന്ന് പറയുന്നത് ഈ ഇറാന്റെ തീരത്ത് നിന്ന് 800 കിലോമീറ്റർ അകലെയാണ് ഈ പടക്കപ്പൽ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കൻ പടക്കപ്പൽ നങ്കൂരം ഇടുന്നത് തന്നെ. അപ്പൊ ഇവിടേക്ക് ഒരു ഡ്രോൺ അയക്കുക എന്ന് പറയുന്നത് അത് നിസ്സാര കാര്യമല്ല, അത് അബദ്ധത്തിൽ പോയതുമല്ല. ഇറാൻ കൃത്യമായി പ്ലാനിങ്ങോട് കൂടി അയച്ച ഒരു ഡ്രോൺ തന്നെയാണത്. ഈ നീക്കം അമേരിക്ക ഒരു സംഘർഷം ഒഴിവാകുന്ന തരത്തിലേക്ക് പോകുമ്പോഴും ഇത്തരം നീക്കങ്ങൾ അമേരിക്ക ഏതൊക്കെ തരത്തിൽ പ്രകോപിതരാക്കും? ഈ ശരിക്കും പറഞ്ഞാൽ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ അവിടെ എത്തി എന്ന് പറയുന്നത് തന്നെ വളരെയധികം ഇറാൻ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ കപ്പൽ അവിടെ എത്തി എന്ന് പറഞ്ഞാൽ ഒരു കപ്പലല്ല, ഈ കപ്പലിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ നിരവധി യുദ്ധക്കപ്പലുകൾ ഇതിനെ ചുറ്റിക്കൊണ്ട് ഉണ്ടാവും. അപ്പോൾ അതൊരു കപ്പൽ വ്യൂഹമാണ്. ഈ കപ്പൽ വ്യൂഹം അവിടെ എത്തുക എന്ന് പറഞ്ഞാൽ ഇറാനെ ഞങ്ങൾ ആക്രമിക്കാൻ ഇതാ തയ്യാറെടുക്കുന്നു, ഞങ്ങൾ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന് കൃത്യമായ സന്ദേശം നൽകുകയാണ്. അപ്പോൾ ഒരിടത്ത് നിലയുറപ്പിക്കുന്ന ഈ കപ്പലിന് എപ്പോൾ വേണമെങ്കിലും ആക്രമണം അമേരിക്കയ്ക്ക് നടത്താം. പക്ഷേ ഇറാനുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ? എങ്ങനെ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കും? ഇറാനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഒരു വ്യാപാര അല്ലെങ്കിൽ ഒരു പറയുന്ന ഉടമ്പടിയിൽ ഒപ്പിടിക്കാം. അത് എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ ആണവ ആയുധ നിർമ്മാണം നിർത്തിവെക്കണമെന്നായിരിക്കാം, അല്ലെങ്കിൽ വ്യാപാരത്തിൽ ഞങ്ങളുമായിട്ട് സഹകരിക്കണമെന്നായിരിക്കും, മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവരെ സമ്മർദ്ദത്തിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ യുദ്ധക്കപ്പലുകളുടെ വ്യൂഹം എത്തിയത്. പക്ഷേ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലെത്തി എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ പോകുന്നു എന്ന് കൃത്യമായ അർത്ഥമുണ്ട്. ധന്യ പറഞ്ഞതുപോലെ ഇറാന്റെ തെക്കൻ തീരത്ത് നിന്ന് 800 കിലോമീറ്റർ അകലെയാണ് ഈ യുദ്ധക്കപ്പൽ നിലകൊള്ളുന്നത്. ഈ യുദ്ധക്കപ്പൽ ലക്ഷ്യമാക്കിയിട്ട് ഒരു ഡ്രോൺ പറന്നു ചെല്ലുകയാണ്. 800 കിലോമീറ്റർ ദൂരത്തേക്ക് അബദ്ധം വെച്ചാൽ ഇറാന്റെ ഡ്രോൺ പറന്നു ചെല്ലില്ല. അവർ പറയുന്നത് പതിവ് നിയമാനുസൃതമായ ഒരു ദൗത്യം മാത്രമാണ്. ഞങ്ങൾ ആഴക്കടൽ ജലാശയങ്ങളിലെല്ലാം തന്നെ നിരീക്ഷണം നടത്തും, ഞങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അത്തരം നിരീക്ഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഡ്രോൺ അവിടെ ഞങ്ങൾ അയച്ചിട്ടുണ്ടാകാം, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ അമേരിക്ക എന്താ ചെയ്തത്? അവരുടെ F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം, സ്റ്റെൽത്ത് യുദ്ധവിമാനം ഉപയോഗിച്ചാണ് ഈ ഡ്രോണിനെ തകർത്തത്. അപ്പോൾ ഈ ഡ്രോൺ എത്രത്തോളം അപകടകാരിയാണ് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. ഒരു പക്ഷേ ഇത് നിരീക്ഷണ ഡ്രോൺ ആയിരിക്കാം, അതല്ലെങ്കിൽ കൃത്യമായിട്ട് മറ്റെന്തെങ്കിലും ലക്ഷ്യവുമായിട്ട് വന്ന ഡ്രോൺ ആയിരിക്കാം. ഇറാൻ പറയുന്നത് ഞങ്ങൾക്ക് ഈ നിരീക്ഷണ ഡ്രോൺ ഉപയോഗിച്ച് കൃത്യമായ ചിത്രങ്ങളും ദൃശ്യങ്ങളും ലഭിച്ചു, അപ്പോൾ നിരീക്ഷിക്കാൻ വേണ്ടി വിട്ടതാണ്. എന്തിനു നിരീക്ഷിക്കാൻ? അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയൊക്കെ നടത്തുന്നു, ഏതൊക്കെ മേഖലയിലാണ് ഇവരുടെ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നത്, ഈ കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ പറയുന്നു ഞങ്ങളുടെ ഡ്രോണിനെ വെടിവെച്ചിട്ടു. ശരിയാണ്, അമേരിക്ക അത് അംഗീകരിക്കുന്നു. അമേരിക്കയുടെ ഈ യുദ്ധക്കപ്പലുകളെ നിയന്ത്രിക്കുന്ന ഒരു ക്യാപ്റ്റൻ ഉണ്ടാവുമല്ലോ, ആ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ആ യുദ്ധ മുഖത്തേക്ക് വരുന്ന സൈനികരെ നിയന്ത്രിക്കുന്നതിന് ഒരു വക്താവുണ്ട്, ടിം ഹോക്കിൻസ് പറയുന്നത് ഞങ്ങളുടെ യുദ്ധക്കപ്പലിന് നേരെ ഒരു ഡ്രോൺ പാഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ അതിനെ തകർത്ത് കളഞ്ഞു, അല്ലാതെ മറ്റൊന്നും ഇതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ യുദ്ധസമാനമായ സാഹചര്യമുണ്ട്. കാരണം ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോഴും ഇറാന്റെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ നദാൻസ്, ഫോർദൂൺ തുടങ്ങിയ മേഖലകളിൽ ആക്രമണം നടത്തിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തല്ലോ. അന്ന് ചർച്ച ചെയ്തപ്പോഴും അവിടെ ഉണ്ടായിരുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരു സ്ഥലത്തേക്ക് കൃത്യമായിട്ട് മാറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 500 കിലോഗ്രാമോളം യുറേനിയം മാറ്റി എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ച് 10 ആണവ ആയുധങ്ങൾ നിർമ്മിക്കാൻ ഇറാന് സാധിക്കും. ആയത്തുള്ള അലി ഖമനേയി ചുമ്മാതല്ല അമേരിക്കയെ വെല്ലുവിളിക്കുന്നത്. അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചാൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കില്ല, അല്ലെ കൈ കെട്ടി നോക്കിയിരിക്കില്ല, പഴയതുപോലെയുള്ള പ്രശ്നങ്ങൾ ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയുകയാണ് നേരത്തെ ഉണ്ടായ 12 ദിവസത്തെ യുദ്ധം ഉണ്ടല്ലോ, അതുപോലൊന്നും ആയിരിക്കില്ല, ഇനി ഞങ്ങൾ ശക്തമായിട്ട് ആക്രമിക്കുമെന്ന് പറയുന്നു. മാത്രമല്ല ഇപ്പോൾ ഇറാന് സഹായമായിട്ട് റഷ്യ വരുന്നുണ്ട്. S-400 പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യ ഇറാന് നൽകുന്നു. ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധമല്ല, രണ്ട് ചേരികളായി തിരിഞ്ഞ യുദ്ധമുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ഇന്ത്യ ഇറാനെ പടക്കുന്ന രീതി സംസാരിക്കുന്നില്ല. നമ്മൾ എപ്പോഴും ഇറാനുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് എണ്ണ വ്യാപാരം നടത്തുന്നത്. റഷ്യ എക്കാലവും ഇറാന്റെ കൂടെ നിൽക്കുന്ന രാജ്യമാണ്. ചൈനയുടെ നിലപാട് എന്താണെന്ന് അറിയത്തില്ല. ചൈനയും ഇറാനുമായിട്ട് നല്ല എണ്ണ വ്യാപാര ബന്ധം പുലർത്തുന്നുണ്ട്. അങ്ങനെ റഷ്യയും ഇന്ത്യയും ചൈനയും ഒക്കെ ഇറാന്റെ പക്ഷത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക നേരിട്ട് ഇവരെ ആക്രമിക്കൂ എന്നുള്ളതാണ് സംശയം. പക്ഷേ വെനസ്വേലയെ ആക്രമിച്ചത് നമ്മൾ കണ്ടാണ്. ഒരു സുപ്രഭാതത്തിൽ വെനസ്വേല അവരുടെ കൈപ്പിടിയിൽ ഒതുക്കി. വെനസ്വേലയെ കീഴടക്കിയതുപോലെ അത്ര നിസ്സാരമായിട്ട് ഇറാനെ കാണുന്നുമില്ല. അതുകൊണ്ടാണ് ആയത്തുള്ള അലി ഖമനേയി ധൈര്യപൂർവ്വം പറയുന്നത് ഞങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തെ ഞങ്ങൾ അതേ രീതിയിൽ തിരിച്ചടിക്കും. അപ്പോൾ അമേരിക്ക ഇറാനെ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഇറാന്റെ തിരിച്ചടി അതുപോലെ ഉണ്ടാവും. ചുരുക്കം പറഞ്ഞാൽ അതൊരു വലിയ യുദ്ധമായി മാറുകയും ലോക രാജ്യങ്ങൾ രണ്ട് ചേരികളിലായി അണിനിരക്കുകയും ചെയ്യും. അത് അമേരിക്ക അത്ര സുഖകരമല്ലാത്ത കാര്യമാണ് നൽകുന്നത്. കാരണം അമേരിക്ക എന്ത് പറഞ്ഞാണ് ഇറാനെ ആക്രമിക്കുന്നത്? മുമ്പ് ഇറാഖിനെ ആക്രമിച്ചതിൽ, അല്ലെ വെനസ്വേലയെ ആക്രമിച്ചതിലൊക്കെ പറയുന്ന ഓരോ
തൊടുന്യായങ്ങളുണ്ട്. അതുപോലെയുള്ള ന്യായങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പണ്ട് അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് ഒടുവിൽ താലിബാന് ഭരണം കൈമാറിയിട്ട് അവർ കൂടി രക്ഷപ്പെടേണ്ടി വന്നു എന്ന് പറയുന്ന പോലെ ഇറാന് നേരെ ഒരു ആക്രമണം നടത്തിയാൽ അയത്തുള്ള അലി ഖമനിയെ കൊല്ലണം. അങ്ങനെയാണല്ലോ അതിനെ നിയന്ത്രിക്കേണ്ടത്. അവിടെ IRGC ഉണ്ട്, അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന് പറഞ്ഞാൽ ആ സേനയെ എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ട് അമേരിക്ക ആദ്യം പ്രയോഗിച്ച തന്ത്രം എന്താണ്? ഇറാനിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകുക. ഈ ആഭ്യന്തര കലാപം കത്തിപ്പടരാനുള്ള എല്ലാ വെടിമരുന്നും അവർ നിറച്ചു കൊടുത്തു. പക്ഷേ കത്തിപ്പടർന്നില്ല. അതിനു മുമ്പ് അതിനെ ഒതുക്കി തീർക്കാനായിട്ട് ഭരണകൂടത്തിന് സാധിച്ചു. ഈ കലാപം ഉണ്ടായ ഉടനെ അയത്തുള്ള അലി ഖമനൈ ചെയ്തത് അടുത്ത ഖമനൈ ആരാകണം എന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് വരെ കടന്നു. അപ്പോൾ ഇറാൻ അമേരിക്കയുടെ നീക്കങ്ങളെ കൃത്യമായി പ്രതിരോധിച്ചു എന്ന് മാത്രമല്ല, നാളെ യുദ്ധം സംഭവിച്ചാൽ എന്ത് മുന്നേറ്റം നടത്തണം, എന്ത് നീക്കം നടത്തണം എന്നും തീരുമാനിച്ചു വെച്ചിരിക്കുന്നു. ഇതൊരു വലിയ കാര്യമല്ലേ അമേരിക്ക? തീർച്ചയായിട്ടും അമേരിക്കയെ അല്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഈ പറയുന്നത് പോലെ അമേരിക്ക വെനസ്വേലയിൽ കയറി പിന്നെ അവിടുത്തെ പ്രസിഡന്റിന്റെ ഭാര്യയും കിടപ്പറയിൽ നിന്ന് തൂക്കിക്കൊണ്ടുവന്ന് ജയിലിൽ അടച്ചതുപോലെ ഇറാനിലേക്ക് ചെന്ന് കയറിയാൽ ഒരുപക്ഷെ അമേരിക്ക ലോക പോലീസൊക്കെ ചമയുന്ന അമേരിക്കയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. ഈ പറയുന്നത് പോലെ റഷ്യയും ഇന്ത്യയും ചൈനയും ഒക്കെ ഇറാന് എതിരെ ഒരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല അമേരിക്കയുടെ ഒരു പടക്കപ്പലിന് നേരെ ഡ്രോൺ അയക്കാനുള്ള ഒരു ധൈര്യമൊക്കെ ഇറാൻ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ സിനിജി പറഞ്ഞതുപോലെ ആണവ സമ്പുഷ്ടീകരണം, അതായത് യുറേനിയം സമ്പുഷ്ടീകരണം കൃത്യമായി അവരുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് ഉണ്ടാക്കാം. അത് അമേരിക്ക വല്ലാതെ ഭയപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ അവർ പറയുന്നത് നിങ്ങൾ സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണം, ഇത് ഇല്ലാതാക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ ഇതിലോട്ട് നമുക്ക് ചർച്ചയുമായി മുന്നോട്ട് പോകാൻ പറ്റൂ. ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഇടയ്ക്ക് പറയും നമ്മൾ ഇറാനുമായി ചർച്ചയിലാണ്. ഈ 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഈ ഇറാന്റെ ചില ഭാഗങ്ങളിൽ അമേരിക്ക സൈനിക ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ഉപാധികളിൽ നിന്ന് എതിരായിട്ടാണ്. കാരണം ഇവരെ തമ്മിലുള്ള ഉപാധി അനുസരിച്ച് സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിലൊക്കെ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കണം. പക്ഷെ അതൊന്നും എടുക്കാതെ അമേരിക്ക അങ്ങനെയാണല്ലോ, ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കും. ഞങ്ങൾക്ക് ഇപ്പൊ ഇന്ത്യയുടെ കാര്യത്തിൽ തന്നെ 18% തീരുവ കുറച്ചപ്പോൾ ഇന്ത്യ ഒരു നന്ദി അറിയിച്ചപ്പോൾ ഉടനെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അദ്ദേഹം പറഞ്ഞത് ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല, വെനസ്വേലയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങൂ, ഇന്ത്യയും ഞങ്ങൾ തമ്മിലുള്ള വ്യാപാര കരാർ ധാരണയായി. ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല, ഇന്ത്യ അതിനെക്കുറിച്ച് കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. 18% തീരുവയായി കുറച്ചതിന് നന്ദി പറയുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് അമേരിക്കയുടെ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷെ അമേരിക്ക ഒരു തീരുമാനം എടുത്താൽ ഒരുപക്ഷെ ലോകം ഭരിക്കുന്നത് അമേരിക്ക ആയതുകൊണ്ട് മറ്റു രാജ്യങ്ങൾ ഒരുപക്ഷെ കുമ്പിട്ട് നിൽക്കുന്ന ഒരു നിലപാട് വരും. ഇവിടെ ഇപ്പോ മാറി മറിഞ്ഞു ലോകക്രമങ്ങൾ എന്നുള്ളതാണ്. അപ്പോ അമേരിക്ക പറയുന്നതിനോടൊപ്പം ചലിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഇപ്പൊ ആയത്തുള്ള ഖമനേയും ഒക്കെ ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഈ അവർക്ക് ഒരു കൃത്യമായ ലക്ഷ്യമുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് ഈ നേരത്തെ ഇറാനിൽ നിന്ന് പോയ ഒരു രാജവംശത്തിലെ പിൻഗാമിയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ ഷാ ഭരണകൂടത്തെ തിരിച്ച് ഇറാനിലേക്ക് കൊണ്ടുവന്ന് ഭരണം കൊടുക്കാനൊക്കെ അമേരിക്ക നന്നായി കളിച്ചു. പക്ഷെ അവിടെയും അത് വിജയിച്ചില്ല. പ്രക്ഷോഭരെ അടിച്ചമർത്തിക്കൊണ്ട് തന്നെ ആ പ്രതിഷേധം ഇല്ലാതാക്കാൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ താലിബാനിൽ നിന്ന് ഈ ലോക പോലീസായി അമേരിക്കയാണ് ഈ കെട്ടും കെട്ടി പോയതെന്നുള്ളത് അമേരിക്ക എന്തുകൊണ്ട് മറക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയുടെ നീക്കങ്ങൾ പഴയതുപോലെ ഇപ്പോ ഈ ഡ്രോണിന് ഒരുപക്ഷെ അമേരിക്കയ്ക്ക് വെടിവെച്ചിടാൻ കഴിഞ്ഞു കാണും. അവരുടെ നിരീക്ഷണം ശക്തമായിരിക്കാം, അവരുടെ നീക്കങ്ങൾ ശക്തമായിരിക്കാം. പക്ഷേ ഒരു ആണവായുധ സമ്പുഷ്ടീകരണമുള്ള ഒരു രാജ്യത്തോട് കളിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇറാൻ എന്ന് പറയുന്നത് മുന്നും പിന്നും തിരിഞ്ഞു നോക്കുന്ന എല്ലാ ഉപാധികളും അനുസരിച്ച് നിയമം അതുപോലെ കൃത്യമായി അനുസരിച്ച് പോകുന്ന ഒരു രാജ്യമല്ല. അവർക്ക് അമേരിക്കയെ പോലെ അവരുടേതായ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അവരെടുക്കും. അത്തരത്തിലൊരു തീരുമാനം എടുത്താൽ അമേരിക്കയുടെ കാര്യം കുറച്ച് പരിങ്ങലാകും എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ഈ കഴിഞ്ഞ ജൂണിലാണ് അന്ന് മിഡ് നൈറ്റ് ഹാമർ എന്ന പേരിലാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. അന്ന് ഓപ്പറേഷൻ നടത്തിയതുപോലെ അന്ന് ഇറാന് വലിയ തിരിച്ചടി കിട്ടിയിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ സമ്പുഷ്ടീകരിച്ച ഈ യുറേനിയം അവർക്ക് മാറ്റി വെക്കണം, അവർ സൂക്ഷിക്കണമായിരുന്നു. അങ്ങനെ അവർ വളരെ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റി ഇസ്രായേലിന്റെ സഹായത്തോടെ അവർ ആക്രമണമൊക്കെ നടത്തി. ഈ ആക്രമണത്തിൽ വലിയ വിജയം നേടിയെന്ന് പറഞ്ഞെങ്കിലും ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളൊന്നും ഉപയോഗിക്കാതെ തരത്തിലുള്ള ഒരു ആക്രമണമാണ് അവർക്ക് നടത്തേണ്ടി വന്നത്. ഇവിടെ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കൃത്യമായിട്ട് ഞങ്ങളുടെ ഡ്രോൺ അവിടെ നിരീക്ഷണത്തിന് വന്നു,
അമേരിക്കയുടെ യുദ്ധക്കപ്പലിൽ നിന്ന് കൃത്യമായ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഞങ്ങൾ എടുത്തു എന്ന് ഇറാൻ തുറന്നു പറയുകയാണ്. അപ്പോൾ ആ ഡ്രോൺ വന്നത് വെറുതെ അല്ല, ഞങ്ങൾ ഇതിനെ നിരീക്ഷിക്കുന്നുണ്ട്, നിങ്ങളുടെ യുദ്ധതന്ത്രങ്ങളെ കുറിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുമെന്ന് നേരിട്ട് ഇറാൻ അമേരിക്കയോട് പറയുകയാണ്. അപ്പോൾ അമേരിക്ക വിചാരിക്കുന്നത് പോലെയുള്ള ഒരു എതിരാളി ആകില്ല ഇറാൻ. കാരണം ധൈര്യസമേതം ഒരു രാജ്യം നെഞ്ചു വിരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഒരു വല്ലാതെ ആശങ്ക ഉണ്ടാവും. ഇപ്പൊ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലൊക്കെ വന്നതോടുകൂടി ലോകം മുഴുവൻ ആശങ്കയില്ല. കാരണം അങ്ങനെ ഒരു കപ്പൽ വ്യൂഹം വന്നു കഴിഞ്ഞാൽ പിന്നെ യുദ്ധമേ ഉള്ളൂ. രണ്ട് ഓപ്ഷൻ അവിടെ ഉള്ളത്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് യുദ്ധക്കപ്പലുകളും സൈനികരെയൊക്കെ കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്താം. ഈ ഭീഷണിപ്പെടുത്തുമ്പോൾ സമ്മർദ്ദത്തിന് അടിമപ്പെടും. അതുകൊണ്ട് അവർ ഈ കരാറിൽ ഒപ്പിടാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറാം. ഇതൊരു തന്ത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ ഇപ്പം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുമല്ലോ. ഈ അമേരിക്കയിലെ ജനങ്ങൾക്ക് സൈനികർ കൊല്ലപ്പെടുന്ന പോലെയുള്ള യുദ്ധങ്ങളിലേക്ക് പോകുന്നതിനോട് ഇപ്പോൾ താല്പര്യക്കുറവാണ്. അതുകൊണ്ട് ട്രംപിനെതിരായിട്ടുള്ള ഒരു വികാരം നിലനിൽക്കുന്നുണ്ട്. ട്രംപ് തന്ത്രപരമായിട്ട് അവരെ സമ്മർദ്ദത്തിലാക്കി കരാറിൽ ഒപ്പിടാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഇറാൻ പറയുന്നത് ഞങ്ങൾ ഒരു കരാറിലും ഇല്ല, ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇത്ര ധൈര്യമായിട്ട് ഈ ഒരു ഡ്രോൺ നിരീക്ഷിക്കാനായിട്ട് വിട്ടത്. 800 കിലോമീറ്റർ അകലെയുള്ള കപ്പലിനെ നിരീക്ഷിക്കാൻ ഇറാൻ ഡ്രോൺ വിടുന്നു എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അത്ര ലഘുവായിട്ട് കാണാൻ പറ്റില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.